ഹൈ 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 അപ്പോൾ നമ്മുടെ ഹൈ റേഞ്ച് യാത്രയുടെ മൂന്നാമത്തെ ഭാഗമാണ് കേട്ടോ. ആരും തല്ലിക്കൊല്ലരുത്, ശല്യമായല്ലോ എന്ന് പോലും ഓർക്കരുത്. കാരണം ഇത് ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാത്തിലും കൂടി ഉൾപ്പെടുത്താൻ പറ്റില്ലാത്തതാണ് 3 വീഡിയോയും കൂടെ ഉൾപ്പെടുത്തിയത്. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് പൊക്കോട്ടെ, സബ് കുറച്ച് കൂടിക്കോട്ടെ എന്ന് ഓർത്താണ് കേട്ടോ. അല്ലാതെ വേറൊന്നുമല്ല, വേറെ ഒരു ദുരുദ്ദേശമില്ല. ആൾക്കാരോർക്കും ഇത് വലിയ ശല്യമായല്ലോ ദൈവമേ, ഒരു ഹൈ റേഞ്ചിലേക്ക് പോവുകയും ചെയ്തു, ഇവരുടെ വീഡിയോ 3 ഭാഗമായിട്ടൊക്കെ കാണേണ്ട വരുമല്ലോ എന്നായിരിക്കും ആൾക്കാരുടെ ഓർമ്മ. ഈശ്വര, അങ്ങനെയൊന്നും ഇല്ല. മറ്റേ സിനിമയ്ക്കകത്ത് പാണ്ടിപ്പടയ്ക്കകത്ത് ദിലീപ് പറയുമ്പോൾ ഞാനൊന്ന് രക്ഷപ്പെട്ടോട്ടെ ഉമ്മച്ച, ചുമ്മാ പറയണത് കേട്ടോ. ഞാൻ എൻ്റെ വെടുവായത്തരത്തിന് എന്തെങ്കിലും പറയും, അതൊന്നും കാര്യമാക്കണ്ട. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ രാവിലത്തെ വീഡിയോ ആണ്. രാവിലെ ഇല്ല, പിന്നെ ഉച്ചയ്ക്ക് എണീക്കാൻ പറ്റും ഉറക്കമായിട്ട്. അങ്ങനെ രാവിലെ എഴുന്നേറ്റു. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ, അയ്യോ ഹര. പിന്നെ അവിടെ ഉള്ളവർക്ക് അത്രയും പ്രശ്നമില്ല. നമ്മൾ ഈ ചൂടത്തൊന്ന് ചെന്നിട്ട് അവിടെയുള്ള ഇച്ചിരി തണുപ്പ് വരുമ്പോഴത്തേക്കും അയ്യോ കിടുകിടാന്ന് വിറയ്ക്കണ ആ ഒരു അവസ്ഥയായിരുന്നു. അവിടെയുള്ള പിള്ളേരാണല്ലോ സമ്മതിക്കണം കേട്ടോ. കാരണം രാവിലെ എണീറ്റ് പാല് വാങ്ങാനും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങാനും അവിടെയൊക്കെ രാവിലെയാണെന്ന് തോന്നുന്നു സാധനങ്ങളൊക്കെ വന്നെ. അപ്പോൾ അവിടുത്തെ സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ പിള്ളേർ ചോടിയേറ്റ് പോക്കോളൂ കേട്ടോ. ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, എൻ്റെ ദൈവമേ, ആര് ചത്തു എന്ന് പറഞ്ഞാലും ആ കട്ടിലേ നിൽക്കില്ല. കാരണം അമ്മാതിരി തണുപ്പത്ത് ഇങ്ങനെ രാവിലെ ഉറങ്ങാൻ വേണ്ടി ഒരു പ്രത്യേക സുഖമല്ലേ. അനുഭവിച്ചവർക്ക് അറിയാം. അതിൽ എത്ര ലേറ്റ് നൈറ്റ് വരെ ഇരിക്കും, പക്ഷേ രാവിലെ എണീക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആ പിള്ളേരൊക്കെ ഇങ്ങനെ രാവിലെ, അതും ഈ തണുപ്പത്ത് ചുമ്മാ ഇത്രയും മഞ്ഞുള്ള സമയത്ത് രാവിലെ ഏക്കണം കണ്ടപ്പോഴത്തേക്കും ശരിക്കും എനിക്ക് അത്ഭുതം തോന്നി. പിന്നെ ഞാൻ രാവിലെ സൂര്യാൻ്റീനെ സഹായിക്കാൻ വേണ്ടി ചായയൊക്കെ ഉണ്ടാക്കി, പിന്നെ ദോശയൊക്കെ ചുട്ടു കൊടുത്തു. വെറുതെ അല്ല ഈ അടുപ്പിൻ്റെ അടുത്ത് നിൽക്കണത് കേട്ടോ, നല്ല ചൂടാ കിട്ടണുണ്ട് ഗ്യാസാണെങ്കിലും. അതുകൊണ്ട് അതായത് ഈ പാൻ ഉണ്ടല്ലോ, ഈ പാൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു. ഞാൻ ആൻറ്റിയോട് ചോദിച്ചത് ഇരുമ്പിൻ്റെ ആണോ ആൻറ്റി എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു അല്ല, ഇത് നോൺ സ്റ്റിക്കിൻ്റെ തന്നെ ആടിയെന്ന്. പക്ഷേ ഇരുമ്പ് ചീഞ്ചട്ടി, അതായത് ഇരുമ്പ് ദോശക്കല്ലിൽ ചുടുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. അതാണ് എന്നെ വേറെ കുറേ ആകർഷിച്ചത്. എന്നോട് പറയുന്നുണ്ടായിരുന്നു നീ പോയി കാപ്പി കുടിച്ചോന്നൊക്കെ, പക്ഷെ ഞാൻ പോയില്ല. ഞാൻ അവിടെ നിന്ന് അങ്ങ് ചുട്ട് തീർന്നു. മാത്രമല്ല എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ, മാവ് പുളിച്ചില്ല എന്നും പറഞ്ഞ്. എല്ലാ ദിവസവും പുളിക്കണതാ. അല്ലെങ്കിൽ ശരി, ആരെങ്കിലും വന്നു കഴിയുമ്പോഴത്തേക്ക് മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി മാവിന് വരെ ഒരു മനസാക്ഷി ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ചിരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് കുറേ നേരം അങ്ങ് നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. അതെന്നെ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ എവിടെ പോയാലും എനിക്കുള്ള സ്വഭാവമാണല്ലോ, അതായത് ഈ പറക്കൽ. എവിടെ പോയാലും എൻ്റെ കണ്ണ് പരതുന്നത് എന്നെ കൊണ്ടുപോകാനുള്ളതാണ്. അപ്പം ഞാനും ഇങ്ങനെ പറമ്പിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും കറിവേപ്പില നിൽപ്പുണ്ട്. അപ്പോൾ കറിവേപ്പിലൊക്കെ പറിച്ചത് ആൻറ്റി എന്ന് പറഞ്ഞാൽ കൊച്ചു പാവം കേട്ടോ. അവൻ പാവം വെട്ടിയൊക്കെ തന്നു കറിവേപ്പില. എൻ്റെ ഈ സ്വഭാവം കാരണം നാട്ടുകാർ വരെ ആരും ഇനി വീട്ടിൽ കയറ്റില്ലെന്നാണ് തോന്നുന്നത്. എൻ്റെ ദൈവമേ, എവിടെ പോയാലും എനിക്ക് പറക്കൽ മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ കണ്ണി മാത്രമേ കേട്ടോ ഈ കൊണ്ടുവരാനുള്ള സാധനങ്ങൾ കാണുകയുള്ളൂ, വേറെ ആരും കണ്ണി കാണൂല. അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ് കേട്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെന്താണെന്ന് മനസ്സിലായോ? ഈ മാട്ടക്കട നിൽക്കുന്ന ഈ ചെറിയ കുഞ്ഞു ചെടി, ഇതാണ് പുളിയാരില. അത് ഈ ഇലയ്ക്ക് അത് തന്നെ ആ ഇലയ്ക്ക് ചെറിയൊരു പുളിപ്പുണ്ട് കേട്ടോ. നല്ലതാണ്, ഔഷധ ഗുണമുള്ള ഇലയാണ്. ഇത് ഞാൻ എന്തിനാണ് പറിക്കണേന്ന് വെച്ചാൽ ഇത് നല്ല അരച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും നല്ല പച്ചക്കുരുമുളകൊക്കെ അരച്ച് ഇതും കൂടി ചേർത്ത് അരച്ച് ചാള വറക്കാനാണ്. ചാള വറുത്ത നല്ല ടേസ്റ്റാണ്. മാത്രമല്ല ഇത് ചുമ്മാ കടിച്ച് തിന്നാനും ഭയങ്കര ഔഷധ ഗുണം ഉണ്ടെന്നാണ് കേട്ടോ പറയണത്. മാത്രമല്ല ഈ വയറിളക്കമൊക്കെ ഉള്ള പിള്ളേർക്ക് ഇത് അരച്ച് മോരിനകത്ത് കലക്കി കൊടുത്താൽ നല്ലതെന്നും അതും പറയണുണ്ട്. എനിക്കറിയത്തില്ല, പണ്ടുള്ള ആൾക്കാരൊക്കെ പറയണതാണ്. അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു മാട്ടേക്കോടെയൊക്കെ. പക്ഷേ ഇപ്പോൾ കുറച്ചേ ഉള്ളൂടി നമുക്ക് ഏലക്കാട്ടിക്കൂടെ കയറി നോക്കാമെന്നൊക്കെ പറഞ്ഞ് സൂര്യാൻ്റെ എന്നെ വിളിച്ചുകൊണ്ട് പോകണതാണ് കേട്ടോ പറിക്കാനൊക്കെ. എനിക്കതൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ, ഈ പറമ്പിക്കൂടെയൊക്കെ ഇങ്ങനെ ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ടൊക്കെ പോണത്. ഞാനാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ്, കാരണം എന്തൊക്കെയാ ഉള്ളതെന്നൊക്കെ പറക്കി എടുക്കാമല്ലോ. ചുമ്മാ. പിന്നെ എൻ്റെ ക്യാമറയ്ക്കാണോ ഇമ്പോർട്ടൻസ്, കയ്യിലിരിക്കുന്ന സാധനങ്ങൾക്കാണോ ഇമ്പോർട്ടൻസ് ചോദിച്ചാൽ ഞാൻ ഫസ്റ്റ് തന്നെ പറയും കയ്യിലിരിക്കുന്ന സാധനങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ക്യാമറയൊക്കെ തല തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുവാണ്. ആരും ഒന്നും വിചാരിക്കരുത്, ഞാൻ ഒത്തിരി ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കാറില്ല. കാരണം എന്തെങ്കിലും സാധനങ്ങൾ കണ്ടാൽ ഞാൻ അതിൻ്റെ മേത്തേക്ക് മറിയുമെന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ സ്വഭാവം. ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും മറ്റേ സിനിമയ്ക്ക് അത് ബിന്ദു പണിക്കർ പറയുന്ന പോലെ ബ്യൂട്ടി ഫ്രീ ഷോപ്പിലേക്കാണോ ചേട്ടാ എന്നെ കൊണ്ടുവന്നതെന്നുള്ള രീതിയിലാണ് എൻ്റെ പന്തം കണ്ട പെരിച്ചാഴി എന്നൊക്കെ പറയില്ലേ, അതേ ഒരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ എനിക്ക്. കാരണം ഇത്രയും സുഗന്ധദ്രവ്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കൺട്രോൾ പോയി. പിന്നെ ഒരു വാരലങ്ങ് വാരിയിട്ട് പറമ്പ് മുഴുവൻ ഞാൻ ഓവറോൾ എല്ലാം കാലിയാക്കിയിട്ടുണ്ട്. കല്ലിനകത്താ കൂടൊന്നും കാണാൻ. അതെ നല്ല വിറ്റാമിനുള്ള തേന.
അങ്ങനെ എല്ലാവരും കൂടിയാണ് പർച്ചേസിങ്ങിന് ഇങ്ങനെ കയറിയത്. ഇത് കണ്ടോ, ഏലക്ക നിൽക്കുന്നത് കണ്ടോ, ഇത് മൂക്കാത്തയാണേ. ഇത് എങ്ങനെയാണ് മൂക്കണേന്നൊക്കെ ചോദിച്ചപ്പം ആൻറ്റി ഇങ്ങനെ ഒരെണ്ണം എടുത്ത് ഞെക്കി കാണിച്ചു. അപ്പം ഇങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള അത് അങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഡ്രൈ ആയിട്ട്, അതായത് ഉണങ്ങി വരും, അന്നേരമാണ് മൂത്തു എന്നൊക്കെ അറിയണത്, അന്നേരം പറിക്കുള്ളൂ. ഇപ്പം മൂത്തിട്ടൊന്നുമില്ല, പക്ഷെ നല്ല മുഴുത്ത കായായിരുന്നു കേട്ടോ. ദൈവമേ, കണ്ണു വെച്ചതല്ല കേട്ടോ. എനിക്കതല്ല സങ്കടം. ഇപ്പം ഈ വീഡിയോ ഇങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, ദൈവമേ, കുറുക്കം പല്ലിളിച്ച പോലെയാണല്ലോ ഈശ്വര എൻ്റെ മോന്ത ഇരിക്കണത്. അറ്റ്ലീസ്റ്റ് ഒരു ലിപ്സ്റ്റിക്ക് പോലും എടുത്തിടാതെയാണല്ലോ ദൈവമേ ഞാൻ ഈ രാവിലെ എണീറ്റ് വന്നതെന്ന് ഓർത്തത്. അതെങ്ങനെയാ ഡേക്കാത്ത തണുപ്പായിരുന്നു. പിന്നെ ലിപ്സ്റ്റിക്ക് ഇടുന്ന മേക്കപ്പ് ഇടുന്നതൊക്കെ കാര്യം മറന്നു. പക്ഷേ മുഖം കണ്ടപ്പോഴാണ് ഈശ്വര പല്ലിളിച്ച പോലെ, അത് ഐ മീൻ കുറുക്കം പല്ലിളിച്ച പോലെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇരിക്കണം. സാരല്ല, പോട്ടെ. ഇനി ഇങ്ങനെ കണ്ടാൽ മതി കേട്ടോ. ഞങ്ങൾ കുളിച്ചു ഫ്രഷായി, അങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ടു. ഇപ്പം കുറച്ച് മെനയായി എന്ന് തോന്നണം. ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തതാണേ. ഈ എൻ്റെ സൈസിന് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി. അപ്പോൾ ഇച്ചിരി സൈസ് കൂടുതൽ എടുത്താൽ, പക്ഷേ എന്താ പറയുക, ഷേപ്പ് അടിച്ചിട്ട് അതൊരു മെനയായില്ല. എന്തോ പാൻറ്റിൻ്റെ പോക്കറ്റൊക്കെ ഉണ്ട്. നല്ല റിവ്യൂ ഒക്കെ കണ്ടെടുത്താണ്, പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ഡ്രസ്സാണ്, ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ഇറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇപ്പോൾ പയ്യെ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുണ്ടോ. സൂര്യൻ നേരത്തെ ഉദിച്ചതാണ്, പക്ഷേ മുറ്റത്തേക്ക് എത്തിയപ്പോഴത്തേക്ക്, അതായത് ആ പ്രദേശത്തേക്ക് എത്തിയപ്പോഴത്തേക്കും സൂര്യൻ ചേട്ടൻ മറന്നുപോയി എന്ന് തോന്നുന്നു നേരത്തെ എത്താൻ. അതായാലും ഉച്ചയാവാറായപ്പോഴാണ് സൂര്യൻ ചേട്ടനൊക്കെ വന്നത്. പിന്നെ അവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി. അതായത് ഞാൻ പറക്കിയ സാധനങ്ങൾ ഞാൻ തന്നെ കയ്യിലെടുത്തുട്ട് മറ്റേ ബാഗ് സാധനങ്ങളൊക്കെ അഭിത്തേൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അത് എനിക്ക് ആവശ്യമില്ലല്ലോ, എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു. അങ്ങനെ അമ്മയും അച്ഛനും അനിയന്മാരും എല്ലാവരും റെഡി ആയിട്ട് നിന്ന് അവരുടെ കൂടെ ഒരു ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ അവരും ഞങ്ങളുടെ കൂടെ താഴെ വരെ വരാമെന്നൊക്കെ പറഞ്ഞ് പുറത്തേക്കൊക്കെ ഇറങ്ങി വന്നുട്ട്. അപ്പോഴത്തേക്ക് അയലക്കത്തുള്ള പിള്ളേരെ സെറ്റും ഒക്കെ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഇനി എന്താ വന്നതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെയൊക്കെ യാത്രയൊക്കെ പറഞ്ഞങ്ങ് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോഴേ ദാ ഇരിക്കുന്നു നമ്മുടെ 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 സുഹൃത്തുക്കൾ. ദാ നോക്കൂ, ബുജ്ജികൾ. ബുജ്ജി 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 നിർത്തി. പിന്നെ അച്ഛൻ കുഞ്ഞാവ ഇരിക്കണം. കുഞ്ഞാവ ഒന്നുമില്ലേ, കുഞ്ഞാവ വന്ന്. ഇവന്റെ മോന്ത എന്നാണ്ട് ഒരു അപാകതയാണല്ലോ മൊത്തം. ഇവന്റെ മോന്ത ഒരു എരണം കെട്ട മോന്തയായി പോയി. ഭീകരനാവൻ. ഇളവനാണോ ഇത്? ഇത് കണ്ടപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി കേട്ടോ, നമ്മുടെ പൂർവികരാണ് ഇരിക്കണമെന്ന്. ഇതും ഈ നമ്മൾ നേരത്തെ കണ്ട സാധനവും, അതായത് എൻ്റെ ഈ വായിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഭവവും ഈ ജനലയിൽ, അതായത് ഈ മിറയിൽ ഇരിക്കുന്ന സാധനവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നാലും നല്ല സാമ്യത ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഒരു പേടിയില്ലായിരുന്നു കേട്ടോ. എന്നെ ധൈര്യത്തിലാണ് കയറി ഇരിക്കണേ. ഇങ്ങോട്ട് എന്നാന്നറിയാൻ പാടില്ല, എളുപ്പം എത്തൂട്ടോ. പിന്നെ നമ്മൾ വേഗം നേരിമംഗലം പാലം ഒക്കെ എത്തി. അങ്ങോട്ട് പോയപ്പോൾ ഈ വഴിയല്ല വന്നത്, അതുകൊണ്ട് ഇതൊന്നും കാണാൻ പറ്റിയില്ല. കുരങ്ങിനെയൊക്കെ കാണാൻ പറ്റുമെന്ന് ഓർത്ത് വേറെ വഴിക്ക് പോയതാ, പക്ഷെ പറ്റിയില്ല. അപ്പം നമ്മുടെ അടിമാലി വഴിക്ക്, അതായത് ചീയാപ്പാറ വഴിക്ക് വന്നപ്പോഴാണ് കുരങ്ങിനെ, അതായത് നമ്മുടെ പൂർവികരെയൊക്കെ കാണാൻ പറ്റിയത്. അല്ലെങ്കിൽ കുരങ്ങിനെ കാണുമ്പോൾ തന്നെ എന്ത് സന്തോഷമല്ലേ. അയ്യോ മതി. ഈ പാലത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പോലും. അപ്പുറത്ത് വലിയൊരു, അതായത് ഇതിൽ ഹൈറ്റിൽ ഇതുപോലത്തെ തന്നെ പാലം എങ്ങാണ്ട് പണിയുന്നുണ്ട്. അതും കാണാൻ വേണ്ടി ഇന്ന് പണിയില്ലായിരുന്നു എന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട്. ഇത് നല്ല ഹൈറ്റിലാണ് പോയേക്കണത്. എന്നുള്ള അടിപൊളിയായിരിക്കും ഇത് പണിത് വരുമ്പോഴത്തേക്കും. കുറച്ചിങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അപ്പം തന്നെ തൊട്ടടുത്തൊരു ഹോട്ടൽ, അത് വീട്ടിലൂണാന്ന് തോന്നുന്നു. നല്ല വീട്ടിലൂണാണ് കേട്ടോ. നല്ല സെറ്റപ്പായിരുന്നു. അപ്പോൾ അവിടെ കയറി നല്ല ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ചോറാണ് കഴിച്ചത്. ഉച്ചയ്ക്ക് ചോറുണ്ടില്ലെങ്കിൽ എന്താണെന്നറിയാൻ പാടില്ല, തലവേദന എടുക്കും. അങ്ങനെ ചോറൊക്കെ ഉണ്ട്. നല്ല കറി സദ്യയൊക്കെ ആയിരുന്നു. നല്ല പുള്ളിയുള്ള മോരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മോരും സ്പെഷ്യൽ മീൻ വറുത്തൊക്കെ വാങ്ങിച്ചായിരുന്നു. എന്നെ എടുത്തോ ഇല്ലെന്ന് അറിയത്തില്ല. അങ്ങനെ തലയ്ക്ക് വെളിവില്ലാതെ വണ്ടി കയറിയത്. ചൂട് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ തലയ്ക്ക് വെളിവ് ഉണ്ടാവില്ല, വെള്ളിയാഴ്ച ഉണ്ടാവില്ല. അതങ്ങനെയാണ്. അതിനിടയ്ക്ക് എൻ്റെ കുഞ്ഞിക്കുളക്കോഴി അവിടെ നിന്ന് ഉപ്പും തവിടുമൊക്കെ വാരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. അമ്മ വാതിലൊക്കെ തുറന്നു. എൻ്റെ ദൈവമേ, ചത്ത ചവവായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയായിട്ടോ ഇത് മടുത്ത് പോയായിരുന്നു. കാരണം ഉച്ചയ്ക്കാകുമ്പോൾ തൊടുക്കത്ത വെയിലും വണ്ടിക്കകത്തായിരുന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞങ്ങളുടെ കാവൽക്കാരനൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ നിന്നും വാരി ഇവിടെ നിന്നും വാരി എന്ന് പറഞ്ഞ പോലെ ആ വീട്ടിൽ കുറേ കാന്താരിമുളക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കാന്താരിമുളകൊന്ന് ആ ചെടിയൊന്ന് വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്, ഞാനും അച്ഛനും കൂടെ. അപ്പോൾ ഒരു ഷിമിക്കൂട് കാന്താരിമുളക് കിട്ടി. അങ്ങനെ ഇത്രയും സംഭവങ്ങളെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഞങ്ങൾ
നേരെ അടുത്ത യാത്രയിലേക്ക് തുടർന്നു. ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ വരുന്ന വഴിക്ക് ഇതേ നല്ല കടയിൽ ഒരു വാഴക്കുളമൊക്കെ എത്തിയപ്പോഴത്തേക്കും നല്ല കടച്ചക്ക ഇരിക്കണം. അപ്പോൾ കടച്ചക്ക മാത്രം മേടിക്കാൻ വേണ്ടി കയറുകയാണ്. അപ്പോഴത്തേക്കും തൊട്ടടുത്ത് നല്ല ചുമന്ന കുറ്റിപ്പയറുണ്ടായിരുന്നു. അപ്പോൾ കുറ്റിപ്പയറൊക്കെ വാങ്ങിച്ച് മീൻ വാങ്ങാൻ വന്നതാണ് രാവിലത്തേക്ക്. പിന്നെ ഞങ്ങൾ മീനൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയതൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ചത്ത ചവന്നൊക്കെ പറയില്ല, അതുപോലത്തെ ആയിരുന്നു. എൻ്റെ അമ്മയെ മടുത്ത് പോയി, ഒറ്റ ദിവസത്തെ എന്തോരം യാത്രയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മീൻ കണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. ടാറ്റ ബൈ. സീ യു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മീനല്ല കേട്ടോ എൻ്റെ ചാനൽ. ബൈ.